2007 ഓഗസ്റ്റ് 4-നാണ് ചെങ്ങറയിലെ ഹാരിസൺസ് ഉടമസ്ഥതയിലുള്ള ഭൂമി പിടിച്ചെടുത്ത് സമരം തുടങ്ങിയത്. കേരളത്തിലെ അടിസ്ഥാന വർഗ്ഗങ്ങളായ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഭൂമി ലഭിക്കണമെന്ന ആവശ്യവുമായി തുടങ്ങിയ സമരം ഒട്ടേറെ പ്രശ്നങ്ങളെയാണ് അതിജീവിച്ചത്. പാട്ടക്കാലാവധി കഴിഞ്ഞും മറിച്ചു വിറ്റതുമായ തോട്ടങ്ങൾ ഭൂരഹിതർക്ക് പതിച്ചു നൽകണം എന്നതായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം. മാവോവാദികളെന്നും റബ്ബർ കള്ളന്മാരെന്നും വരെ സമരക്കാർക്ക് നേരെ ആക്ഷേപമുണ്ടായി. എന്നാൽ സമരം ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യം LDF സർക്കാർ 1495 കുടുംബങ്ങൾക്ക് ഭൂമി പ്രഖ്യാപിച്ചപ്പോൾ പിന്നീട് വന്ന UDF സർക്കാർ ആവട്ടെ 1000 കുടുംബങ്ങൾക്ക് കൂടി ഭൂമി പ്രഖ്യാപിച്ചു. എന്നാൽ ഇതെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറി. ഗവൺമെൻറ് ഞങ്ങൾക്ക് ഭൂരഹിതരുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ, അതിനുവേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നതല്ലാതെ, അതുങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. സമരക്കാർ ഇപ്പോൾ കഴിയുന്ന ഏതാണ്ട് 325 ഏക്കർ ഭൂമി ഒരു കുടുംബത്തിന് അര ഏക്കർ വീതം 750 പേർക്ക് അളന്നു നൽകി കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സമരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി IAS-ന്റെ പ്രാഥമിക പരീക്ഷ വിജയിക്കുകയും ചെയ്തിരുന്നു. പ്രദേശം ലഹരി വിമുക്തമാക്കിയാണ് ഇവരുടെ സമരജീവിതം തുടരുന്നത്. വിവിധ സർക്കാരുകൾ പ്രഖ്യാപിച്ച വ്യത്യസ്ത പാക്കേജുകൾക്ക് തളർത്താൻ കഴിയാത്ത സമരബോധമായിരുന്നു ചെങ്ങറയിൽ കണ്ടത്. ചെങ്ങറ സമരത്തിന്റെ വിജയപരാജയങ്ങളെ എങ്ങനെ വിലയിരുത്തിയാലും കേരളത്തിൽ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി വിലയിരുത്തപ്പെടാനാണ് സാധ്യത. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ 1, പത്തനംതിട്ട.